നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ പാലാ ബിഷപ്പിനെ പിന്തുണച്ച് ബിജെപി. ബിഷപ്പിനെ എതിർക്കുന്ന സിപിഎം കോൺഗ്രസ് നേതാക്കൾ IS വക്താക്കളാണോ എന്ന് സ്വയം വ്യക്തമാക്കണമെന്ന് വി മുരളീധരൻ ആവശ്യപ്പെട്ടു. അപ്രിയ സത്യം പറഞ്ഞവരെ വളഞ്ഞിട്ടാക്രമിച്ചിട്ട് കാര്യമില്ല. നാർക്കോട്ടിക് ജിഹാദ് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ പക്കൽ വിവരമുണ്ടോ എന്ന് പരിശോധിച്ച് പറയാമെന്നും തനിക്കറിയില്ല എന്നും വി മുരളീധരൻ പറഞ്ഞു. സത്യം പറയുന്ന ആളുകൾക്കെതിരായിട്ട് ഒരുപക്ഷെ അപ്രിയ സത്യങ്ങൾ പറയുന്നവർക്കെതിരായിട്ട് നടത്തുന്ന ആക്രമണങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുക. അങ്ങനെ ആക്രമിച്ചതുകൊണ്ട് ഈ സത്യങ്ങൾ ഇല്ലാതാവില്ല എന്ന് ഈ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ആളുകൾ തിരിച്ചറിയണം. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെതിരായിട്ട് രംഗത്ത് വരുമ്പോൾ ഇവർ രണ്ടുപേരും ജിഹാദികളുടെ വക്താക്കളാണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. പാലാ ബിഷപ്പിനെതിരെ പരോക്ഷ വിമർശനവുമായി സ്പീക്കർ MP രാജേഷ്. വിവേകശൂന്യമായ കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർ ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പറയാൻ പാടില്ലാത്തത്, വിവേകശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ ഉത്തരവാദപ്പെട്ട ആളുകൾ പറയുന്നത് നമ്മൾ കാണുകയാണ്, കേൾക്കുകയാണ്. ഇപ്പോൾ വരുന്നതെല്ലാം ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കേരളം പോലൊരു സമൂഹത്തിൻ്റെ സാമുദായിക ഐക്യം, ജനകീയ ഐക്യം, സൗഹാർദ്ദം, സഹവർത്തിത്വം, ഇതിനൊക്കെ പോറലേൽപ്പിക്കുന്ന, ആഘാതമേൽപ്പിക്കുന്നത് ആര് പറയുന്നതാണെങ്കിലും അതിൻ്റെ പ്രചാരകരായിട്ട് മാറാതിരിക്കുക എന്നത് ഇന്നത്തെ കാലത്തൊരു പ്രധാനപ്പെട്ട ഒരു യോഗ്യതയായി നമ്മൾ കണക്കാക്കേണ്ടത്. നാർക്കോട്ടിക് ജിഹാദ് സംഘപരിവാർ അജണ്ടയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ സംഘപരിവാർ അജണ്ടയിൽ വീഴരുതെന്നും വിവാദം അവസാനിപ്പിക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. സംഘപരിവാർ അജണ്ടയിൽ പെട്ടുപോകരുത്. ഇരു സമുദായങ്ങളും പരസ്പരം പാലൂട്ടി വളർത്തുന്ന ശത്രുക്കളാണ് ഈ തീവ്രവാദവും അതുപോലെ തന്നെ വിഭാഗീയതയും കൂടുതൽ പ്രചരിപ്പിക്കുന്നത്. അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വീണ് കിട്ടുമ്പോൾ. അവരിതിൻ്റെ ഇടയിലൊക്കെ കയറി പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ച് വീണ്ടും കുഴപ്പത്തിലാക്കും. അതും അപകടം തന്നെയാണ്. അപ്പോൾ ഈ പരസ്പരമുള്ള ചെളിവാരി എറിയലും ഈ സംഘർഷവും നിയന്ത്രണം വിട്ടുള്ള ഈ പെരുമാറ്റവും സംസാരവും പ്രകടനങ്ങളും എല്ലാം അവസാനിപ്പിക്കണമെന്നാണ്. ആര് ചെയ്താലും ഞങ്ങളതിൽ ചോദ്യം ചെയ്യും. കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക് കീറിപ്പറിക്കരുത് എന്നാണ് ഞങ്ങൾ വിനയപൂർവ്വം എല്ലാ വിഭാഗം ആളുകളോട് പറയുന്നത്. പാലാ ബിഷപ്പിന്റെ പ്രസ്താവന തെറ്റിദ്ധാരണ കൊണ്ടാകാമെന്ന് ഡോക്ടർ MK മുനീർ. ലവ് ജിഹാദിനും നാർക്കോട്ടിക് ജിഹാദിനും വസ്തുതയുടെ പിൻബലമുണ്ടോ എന്നും MK മുനീർ ചോദിച്ചു. ഇതിനെ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തണം. നാർക്കോട്ടിക് ജിഹാദ് ഇവിടെ നടക്കുന്നുണ്ടോ, ലവ് ജിഹാദ് ഇവിടെ നടക്കുന്നുണ്ടോ, ഇവിടെ നിന്നും കണ്ടമാനം ആളുകൾ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി മതപരിവർത്തനം നടത്തി തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ, അതുപോലെ തന്നെ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ഒന്ന് കേരളത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വെറുതെ പറഞ്ഞാൽ പോരല്ലോ. അതിനൊരു അടിസ്ഥാനം ഉണ്ടാവണല്ലോ. ആ അടിസ്ഥാനം പരിശോധിക്കാൻ രണ്ട് സമുദായങ്ങളും ഒരുമിച്ചിരുന്നു കൊണ്ടൊരു ഡയലോഗ്. അതേസമയം പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. ദീപിക ദിനപത്രത്തിൽ വിവാദ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം പ്രസിദ്ധീകരിച്ചു. നാർക്കോ ജിഹാദിനെക്കുറിച്ച് CMI വൈദികന്റെ പ്രത്യേക ലേഖനവും പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. VV അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഇത് സഭയുടെ നിലപാട് തന്നെ എന്ന് വ്യക്തമാകുന്ന രീതിയിൽ മുഖപ്രസംഗം ദീപിക ദിനപത്രത്തിൽ വരുന്നു. ഒപ്പം അനുകൂലിച്ചും പ്രതികൂലിച്ചും രാഷ്ട്രീയ നേതാക്കളും രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യമാണ്. പാലാ ബിഷപ്പിന്റെ അഭിപ്രായങ്ങൾ കേരള സമൂഹം ആകെ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിനെ എങ്ങനെ കാണണം? എന്താണ് ഇതിലെ രാഷ്ട്രീയമായുള്ള ലക്ഷ്യങ്ങൾ? രേണുക, ലവ് ജിഹാദ് എക്കാലത്തും കേരള രാഷ്ട്രീയത്തെ, കേരള സമൂഹത്തെ പിടിച്ചുലച്ച അല്ലെങ്കിൽ ഏറെ ചർച്ചയ്ക്ക് വഴിവെച്ച വിഷയമാണ്. ഇപ്പോൾ നാർക്കോട്ടിക് ജിഹാദ് എന്ന പുതിയ ഒരു കണ്ടെത്തലുമായി പാലാ ബിഷപ്പ് വരുമ്പോൾ അതും കേരള രാഷ്ട്രീയത്തിലും കേരള സമൂഹത്തിലും വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു എന്നത് വ്യക്തമാണ്. ഇന്നലെ മുഖ്യമന്ത്രി ആ നിലപാടിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു. പ്രധാന പ്രതിപക്ഷം കോൺഗ്രസും നാർക്കോട്ടിക് ജിഹാദ് എന്ന പാലാ ബിഷപ്പിന്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളുകയാണ്. പക്ഷേ ഇതിൽ രാഷ്ട്രീയമായ ഒരു നേട്ടം കാണുന്ന പാർട്ടി BJP ആണ്. ഒരുപക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJP പ്രവർത്തനം അത്ര സജീവമായിരുന്നില്ല. ഇപ്പോൾ BJP നേതാക്കൾ തുടർച്ചയായി ഇന്നലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K മുരളീധരൻ, ഇന്ന്
കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ രണ്ടുപേരും ഇതേ വിഷയത്തിൽ വാർത്താ സമ്മേളനം വിളിച്ച് ബിജെപിക്ക് ഒരു പുതിയ രാഷ്ട്രീയ ആയുധം വീണുകിട്ടിയെന്ന നിലപാട് തുറന്നു പറയുകയാണ്. ബിജെപിക്ക് വലിയ ഗുണം ചെയ്യാവുന്ന അല്ലെങ്കിൽ ബിജെപിക്ക് ക്രൈസ്തവ സഭകളുമായി പോലും കൂടുതൽ അടുക്കാവുന്ന ഒരു സാഹചര്യമാണ് പാലാ ബിഷപ്പിന്റെ ഈ പ്രസ്താവനയിൽ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ബിജെപി അതിൽ മുതലെടുപ്പിന് ശ്രമിക്കും. ബിജെപി ആ വിഷയത്തിൽ കൂടുതൽ പ്രസ്താവനകൾ വരും ദിവസങ്ങളിൽ നടത്തും. സഭയുമായി ചേർന്ന് ആ വിഷയത്തിൽ കൂടുതൽ മറ്റു പരിപാടികളിലേക്ക് ഒരുപക്ഷെ പ്രതിഷേധ പരിപാടികൾ അടക്കമുള്ള കാര്യങ്ങളിലേക്കും ബിജെപി നീങ്ങാം. പക്ഷേ സംസ്ഥാനത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും അതിനെ തള്ളിപ്പറയുകയാണ്. മുസ്ലിം ലീഗ് പോലുള്ള ന്യൂനപക്ഷ സമുദായങ്ങളുമായി ബന്ധപ്പെട്ട സംഘടനകളും അതിൽ ആശങ്ക അറിയിക്കുന്നു. ക്രൈസ്തവ വിഭാഗത്തിലെ മറ്റു സഭകളുടെ പ്രതികരണമാണ് ഇനി നിർണായകമായുള്ളത്. പാലാ ബിഷപ്പിനെ അനുകൂലിക്കാൻ എല്ലാ സംഘടനകളും തയ്യാറാകുമോ എന്ന സംശയമുണ്ട്. നമ്മൾ മറ്റു പ്രധാനപ്പെട്ട സഭയുടെ പ്രധാനപ്പെട്ടൊരു വക്താവുമായി സംസാരിക്കുമ്പോൾ അവർക്ക് ഇക്കാര്യത്തിൽ ചില ആശങ്കകളുണ്ട്. പക്ഷേ ഇപ്പോൾ അത് തുറന്നു പറഞ്ഞാൽ അത് സമൂഹത്തിലെ ഇപ്പോഴത്തെ അന്തരീക്ഷം കൂടുതൽ കലുഷിതമാക്കാൻ ഉപകരിക്കുമോ എന്ന ആശങ്കയുണ്ട്. അത്തരത്തിൽ പൂർണ്ണമായും എല്ലാ സഭകളും ഈ ഘട്ടത്തിൽ പാലാ ബിഷപ്പിനെ പിന്തുണയ്ക്കുന്നില്ല എന്നതും വ്യക്തമാണ്. ഇന്നലെ പാളയം ഇമാം സുഹൈബ് മൗലവി ബിഷപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. അത്തരത്തിൽ വലിയ ചലനങ്ങൾ ഇതിനകം നാർക്കോട്ടിക് ജിഹാദ് എന്ന പാലാ ബിഷപ്പിന്റെ പ്രസ്താവന കേരള പൊതുസമൂഹത്തിലും രാഷ്ട്രീയത്തിലും സൃഷ്ടിച്ചിട്ടുണ്ടെന്നത് വസ്തുതയാണ്. ശരി, വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ചന്ദ്രികയിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മൊയ്ൻ അലി ഇഡിക്ക് മുൻപാകെ ഹാജരാകും. 17-ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇഡി മൊയ്ൻ അലിക്ക് നോട്ടീസ് നൽകി. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നു. ഷഹീദ്, ലീഗിനുള്ളിൽ തന്നെയും വലിയ വിവാദമായ വിഷയമാണ്. മൊയ്ൻ അലി അതിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി കൂടിയാണ്. അദ്ദേഹം ഇഡിക്ക് മുന്നിൽ എത്താൻ പോവുകയാണ്. ഷഹീദിലേക്ക് ഞാൻ ഇപ്പോൾ തിരിച്ചു വരാം. ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളെ കാണും. You see so many kind of trees, so many kind of herbs, so many kind of living things. Why? Because nature's law is diversity. Now people who feel uncomfortable with study of diverse views, I think they will not cause loss to anybody else. They will cause loss to themselves. That is what I can say. I won't deal with the specific issue. Why? Because I am not I came back to Trivandrum only yesterday. All these things have happened during last 4-5 days. I was not here. So I am not fully familiar. But I have given you my viewpoint. I should be ready. As a student, I must be exposed to every kind of thinking. Then only I will develop the capacity to think and to come up with new innovative ideas. And only those people who have the capability to come with innovative ideas can progress in this world. This is an established fact. Sir, it's a well-discussed issue in national scenario also. Do you think the RSS literature is prohibitory in Indian University and also in Kannur University? This is a part of intolerance. Have you read the RSS literature? Yeah. You have? Then I would like to know what is your opinion. So we need to go into every idea. We need to even ideas which are repugnant to us, we should be ready to study them. Then only you can come up with something which is more constructive. What RSS is saying, they are always look at anything. What they are highlighting. If you want, I can send you an interview which was given in 1972, where the editor of their own official organ, that is organizer, he is putting up the questions, and the RSS chief continuously insisting, even when he asks about the European civilization, and he says in Europe, because of the uniformity of laws, they have been able to make great success. Then his reply was that Europe is a young civilization. It was not there yesterday. We do not know what is going to happen in future, but Indian civilization and culture are the time-tested
is the time-tested civilization. We strongly believe in diversity, and I hold that nature abhors excessive uniformity. Now, if you want to look at any organization in the mirror of your own thoughts, then nobody can help you. If you please read it first, and if you have any valid objection, but even if you disagree, that does not make it fair to demand that they should not be part of this study. No, everything should be, students must be exposed to all ideas. That is what the purpose of a university is. Vidya Vimarsha Rupani. Vidya gives you vivek, discernment. But the thing is, a bunch of thoughts also included. It's a very controversial book. Bunch of as far as about the Hindutva national, it's a controversial book. Maybe controversial. Education is about studying controversial things, because when you will start reading bunch of thought, then you will come to know that the author himself had made it clear that these are not my views. I am merely compiling them. Today you can say these are his views. Why? Because you have not studied it. But when you will study it, then finally you will come to know that he himself has said. കണ്ണൂർ സർവകലാശാല സിലബസ് വിവാദത്തിൽ പ്രതികരിക്കുകയായിരുന്നു ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സിലബസിനെ അദ്ദേഹം അനുകൂലിക്കുകയാണ് ചെയ്തത്. വ്യത്യസ്തങ്ങളായ വൈരുദ്ധ്യങ്ങളെ അതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയണം എന്നൊരു അഭിപ്രായം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. എല്ലാം പഠനവിധേയമാകണം എന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. നമ്മൾ നേരത്തെ ചന്ദ്രികയിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മൊയ്ൻ അലിക്ക് ED നോട്ടീസ് നൽകിയ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ഷഹീദ് ഉണ്ടായിരുന്നു. ഷഹീദിലേക്ക് തന്നെ പോവുകയാണ്. ഷഹീദ്, 17-ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് ED മൊയ്ൻ അലിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മൊയ്ൻ അലിയുടെ ചില പ്രസ്താവനകൾ വലിയ വിവാദമായിരുന്നു. അത് ലീഗിനുള്ളിൽ തന്നെ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഈ ഘട്ടത്തിൽ മൊയ്ൻ അലി EDക്ക് മുന്നിലേക്ക് പോകുമ്പോൾ അതിനെ എങ്ങനെ കാണണം? രേണുക, ചന്ദ്രികയിലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ വിവരങ്ങൾ കൈവശമുള്ള വ്യക്തിയാണ് മൊയ്ൻ അലി തങ്ങൾ. അതിന്റെ കാരണം അദ്ദേഹം നേരത്തെ ചന്ദ്രികയുമായി അങ്ങനെ നേരിട്ട് ബന്ധമൊന്നുള്ള ആളല്ലായിരുന്നു. പക്ഷേ ചന്ദ്രിക അക്കൗണ്ട് വഴി കള്ളപ്പണം വെളുപ്പിക്കൽ നടക്കുന്നു എന്ന ആരോപണം ഉയരുകയും ED പാണക്കാട് ഹൈദരലി തങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തതിനു ശേഷമാണ് ഹൈദരലി തങ്ങൾ തന്നെ നേരിട്ട് സ്വന്തം മകനെ മൊയ്ൻ അലി തങ്ങളെ ചന്ദ്രികയുടെ ഫയലുകളും സാമ്പത്തിക ഇടപാടുകളും പഠിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുന്നത്. അതിനെ തുടർന്ന് ഏകദേശം ഒരു 6 മാസക്കാലത്തോളം എടുത്താണ് മൊയ്ൻ അലി തങ്ങൾ ചന്ദ്രികയിലെ സാമ്പത്തിക ഇടപാടുകൾ, പ്രത്യേകിച്ചും കഴിഞ്ഞ 10 വർഷക്കാലത്തെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നത്. പ്രത്യേകിച്ചും അവിടെ ചന്ദ്രികയിലെ ഫൈനാൻസ് ഡയറക്ടറായി മുഹമ്മദ് സമീർ, PK കുഞ്ഞാലിക്കുട്ടിയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവിടുത്തെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടായ മുഹമ്മദ് സമീർ അവിടെ ഫൈനാൻസ് ഡയറക്ടറായി വന്നതിന് ശേഷം വലിയ തോതിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾക്ക് ചന്ദ്രിക വേദിയാകുന്നു. ചന്ദ്രിക അക്കൗണ്ട് വഴി വലിയ സാമ്പത്തിക തിരിമറികൾ നടക്കുന്നു എന്ന് മൊയ്ൻ അലി തങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത് പാർട്ടി ഫോറങ്ങളിൽ പറഞ്ഞിട്ട് ഫലമില്ലാത്തതിനെ തുടർന്നാണ് അദ്ദേഹം പിന്നീട് പരസ്യമായി കോഴിക്കോട് ലീഗ് ഹൗസിൽ വാർത്താ സമ്മേളനം വിളിക്കുകയും വലിയ രാഷ്ട്രീയ വിവാദമാവുകയും ലീഗ് രാഷ്ട്രീയത്തെ പിടിച്ചുലക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായത്. അങ്ങനെ കഴിഞ്ഞ 6 മാസക്കാലം നടത്തിയ അന്വേഷണത്തിൽ തന്റെ കൈവശമുള്ള അല്ലെങ്കിൽ തനിക്ക് ലഭ്യമായ സുപ്രധാനമായ വിവരങ്ങളും രേഖകളും മൊയ്ൻ അലി തങ്ങളുടെ കയ്യിലുണ്ട്. ഇത് EDക്ക് മൊഴി നൽകുന്ന സമയത്ത് ഇത് കൈമാറുമോ എന്നുള്ളത് ഏറ്റവും സുപ്രധാനമാണ്. അങ്ങനെയെങ്കിൽ ആ കേസിൽ വലിയ നിർണായകമായ ഒരു വഴിത്തിരിവായി അത് മാറും എന്നുള്ളതാണ്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഏകദേശം 10 കോടി രൂപയുടെ നിക്ഷേപം ചന്ദ്രികയിലെ എറണാകുളത്തുള്ള മാർക്കറ്റ് റോഡിലുള്ള ബാങ്ക് അക്കൗണ്ട് വഴി നിക്ഷേപിച്ചു. 2016 നവംബർ 15 നിക്ഷേപിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലായി കലൂർ റോഡ് ഉൾപ്പെടെയുള്ള മറ്റ് ബാങ്കുകളിലും നിക്ഷേപങ്ങൾ നടന്നു. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ, ഒപ്പം തന്നെ ഇത് കള്ളപ്പണം അല്ല, ചന്ദ്രികയുടെ വാർഷിക വരസംഖ്യയായി ലഭിച്ച പണമാണ് എന്നുള്ള വിശദീകരണത്തെ തള്ളുന്ന തരത്തിലുള്ള രേഖകൾ, അങ്ങനെ തുടങ്ങി വളരെ കൃത്യമായ ചില തെളിവുകൾ മൊയ്ൻ അലി തങ്ങളുടെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ EDക്ക് മുമ്പാകെയുള്ള അദ്ദേഹത്തിന്റെ ഹാജരാകൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമാണ്. ലീഗ് രാഷ്ട്രീയത്തിലും അത് സുപ്രധാനമായ വഴിത്തിരിവാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. പുറമെ പറഞ്ഞ നിലപാടുകൾ അദ്ദേഹം ആവർത്തിക്കുമോ, തെളിവുകൾ കൈമാറുമോ എന്നതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. മുഹമ്മദ് ഷഹീദ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. AR നഗർ ബാങ്ക് വിഷയത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി KT ജലീൽ. മുഖ്യമന്ത്രിയുടെ പ്രതികരണം നൽകുന്ന കരുത്ത് അളവുറ്റതാണെന്നും കുഞ്ഞാലിക്കുട്ടിയുടെ കള്ളപ്പണ ഇടപാട് പുറത്തുകൊണ്ടുവരാൻ കരുത്താകുമെന്നും ജലീൽ പറയുന്നു. ഹരികുമാറിനെ മുന്നിൽ നിർത്തിയാണ് കുഞ്ഞാലിക്കുട്ടിയും സംഘവും കള്ളപ്പണ ഇടപാട് നടത്തുന്നത്. സഹകരണ ധനകാര്യ സ്ഥാപനത്തെ മറയാക്കി നടത്തുന്ന ഹിമാലയൻ സാമ്പത്തിക തട്ടിപ്പ് പുറത്തുകൊണ്ടുവരൽ ഓരോ പൗരന്റെയും കടമയാണ്. ആ ബാധ്യതാ നിർവഹണ പാതയിൽ പിണറായി സർക്കാർ മുന്നിലുണ്ടെന്ന സന്ദേശം പോരാളികൾക്ക് പകരുന്ന ആവേശത്തിന് സമാനതകളില്ലെന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു.
കോഴിക്കോട്ട് 32കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ കേസിലെ 4 പ്രതികളെയും പീഡനം നടന്ന ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുക്കും. കേസിലെ 2 പ്രതികളെ ഇന്ന് രാവിലെയാണ് അറസ്റ്റ് ചെയ്തത്. അത്തോളി സ്വദേശികളായ നിജാസ്, സുഹൈബ് എന്നിവരാണ് ഇന്ന് അറസ്റ്റിലായത്. സനോജ് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. സനോജ്, കേസിലെ എല്ലാ പ്രതികളും പിടിയിലായിരിക്കുകയാണ്. തെളിവെടുപ്പ് എപ്പോൾ നടക്കും? രേണുക, സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പേരെ, അതായത് അജ്നാസ്, ഫഹദ് എന്നിവരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കി കോടതി ഇവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. മറ്റ് 2 പ്രതികൾ സംഭവത്തിന് ശേഷം ഒളിവിൽ പോവുകയായിരുന്നു. ഇന്നലെ രാത്രി വൈകി തലയാട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വനപ്രദേശത്തു നിന്നുമാണ് ഒളിവിൽ പോയ 2 പ്രതികളെ പിടികൂടിയിട്ടുള്ളത്. നിജാസ്, ഷുഹൈബ് എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇവരെ അല്പസമയത്തിനകം, ഞാനിപ്പോൾ നിൽക്കുന്നത് ചേവായൂർ ഫ്ളാറ്റിൽ വെച്ചാണ് അവർക്ക് പീഡനത്തിന് വിധേയമാക്കിയത്. ഈ ഫ്ളാറ്റിലെത്തിച്ചാണ് ഈ 2 പ്രതികളെയും തെളിവെടുപ്പ് നടത്തുക. കൊല്ലം സ്വദേശിയായ യുവതിയെ ടിക്ടോക്കിലൂടെ പ്രണയം നടിച്ച് അജ്നാസ് വശത്താക്കുകയായിരുന്നു. പിന്നീട് കഴിഞ്ഞ ബുധനാഴ്ച യുവതിയോട് കോഴിക്കോട് എത്താൻ നിർദ്ദേശിച്ചു. ഇതിനെ തുടർന്ന് യുവതി ട്രെയിൻ മാർഗം കോഴിക്കോടെത്തി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ യുവതിയെ അജ്നാസും മറ്റു സുഹൃത്തുക്കളും ചേർന്ന് ഈ ഫ്ളാറ്റിലെത്തിക്കുകയായിരുന്നു. ഈ ഫ്ളാറ്റിലെത്തിയ ശേഷം മദ്യവും മയക്കുമരുന്ന് നൽകി യുവതിയെ ശാരീരിക പീഡനത്തിന് വിധേയമാക്കി. ക്രൂരമായ പീഡനത്തിനൊടുവിൽ യുവതി അബോധാവസ്ഥയായി. തുടർന്ന് പ്രതികൾ യുവതിയെ ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. ആശുപത്രിയിലെത്തിച്ച ശേഷം ഡോക്ടർമാർക്ക് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർമാർ ഈ കേസ് പോലീസിനെ കൈമാറിയത്. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 4 പ്രതികൾ പിടിയിലാകുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ 4 പേരും പിടിയിലായിട്ടുണ്ട്. 2 പേരുടെ തെളിവെടുപ്പാണ് ഇപ്പോൾ നടക്കുക. അല്പസമയത്തിനകം പ്രതികളെ ഇവിടെ എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രേണുക, സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. വാർത്തകൾ തുടരുന്നു. കണ്ണൂർ സർവകലാശാല സിലബസ് 1-2 ദിവസം കൊണ്ടുള്ള തീരുമാനമല്ലെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ MP. വിദ്യാഭ്യാസ മന്ത്രിയും സിൻഡിക്കേറ്റും അറിഞ്ഞുള്ള തീരുമാനമാണ്. പിണറായി വിജയൻ കടപ്പെട്ടിരിക്കുന്നത് BJPയോടാണെന്നും CPM BJP കൂട്ടുകെട്ടിനെയാണ് കോൺഗ്രസ് എതിർക്കേണ്ടതെന്നും കെ സുധാകരൻ പറഞ്ഞു. ഈ വിദ്യാഭ്യാസ മന്ത്രി അറിയാതെയാണോ? CPM നേതൃത്വം അറിയാതെയാണോ? യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗങ്ങൾ CPM-കാർ, മുഴുവൻ CPM-കാർ അവരറിയാതെയാണോ? അറിഞ്ഞാണ്. അതിന് അജണ്ടയുണ്ട്. ആ അജണ്ടയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശത്രു. പിണറായി വിജയൻ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്നു എങ്കിൽ ആ മുഖ്യമന്ത്രിയായിരിക്കുന്നതിന് പിണറായി വിജയൻ കടപ്പെട്ടത് BJPയോടും മോഡി ഗവൺമെന്റോടുമാണ് എന്ന് നിങ്ങൾ ആദ്യം അറിയണം. സവർക്കറുടെയും ഗോൾവാൾക്കറുടെയും പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയ വിവാദ സിലബസ് കണ്ണൂർ സർവകലാശാല തിരുത്തും. പാഠ്യപദ്ധതിക്കെതിരെ വ്യാപക എതിർപ്പുയർന്ന സാഹചര്യത്തിലാണ് നീക്കം. പാഠ്യപദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച 2-അംഗ സമിതി 5 ദിവസത്തിനകം VC-ക്ക് റിപ്പോർട്ട് നൽകും. കണ്ണൂർ സർവകലാശാലയിലെ വിവാദമായ MA ഗവേണൻസ് ആൻഡ് പൊളിറ്റിക്സ് പാഠ്യപദ്ധതിക്കെതിരെ ഇടത് സംഘടനകളും പ്രതിപക്ഷവും വിമർശനമുയർത്തിയ സാഹചര്യത്തിലാണ് തിരുത്താനുള്ള സർവകലാശാല നീക്കം. CPM-ന്റെയും മുഖ്യമന്ത്രിയുടെയും പ്രതികരണങ്ങൾ സിലബസിനോടുള്ള എതിർപ്പ് വ്യക്തമാക്കുന്നതായി. ഭരണകക്ഷിയായ CPI-യും സിലബസിനെതിരെ വിമർശനം ഉയർത്തി. പ്രതിപക്ഷവും ശക്തമായ നിലപാടെടുത്തതോടെ വിവാദം അവസാനിപ്പിക്കാനാണ് സർക്കാരിനും താൽപര്യം. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ CPM ഒത്താശ ചെയ്യുന്നു എന്ന ആരോപണം കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിവാദ സിലബസ് പുനഃക്രമീകരിക്കാനുള്ള ചർച്ചകൾ കണ്ണൂർ സർവകലാശാല അധികൃതർ സജീവമാക്കുന്നത്. ഇത് വിവാദമായതുകൊണ്ട് 2 അംഗങ്ങളുള്ളൊരു എക്സ്പെർട്ട് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇവിടുന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിട്ടയർഡായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും 2 പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകരെ വെച്ചിട്ട് അവർ 5 ദിവസത്തിൽ ഒരു റിപ്പോർട്ട് തരും. ആ റിപ്പോർട്ടിലുള്ള നിർദ്ദേശങ്ങൾ വെച്ചിട്ട് വേണ്ട മാറ്റങ്ങൾ ഈ സിലബസിൽ ഞങ്ങൾ വരുത്തും. MA ഗവേണൻസ് ആൻഡ് പൊളിറ്റിക്സ് 3-ാം സെമസ്റ്റർ സിലബസ് പുനഃപരിശോധിക്കാൻ നിയോഗിച്ച 2-അംഗ സമിതി അടുത്ത ദിവസങ്ങളിൽ ഓൺലൈൻ യോഗം ചേരാനാണ് ആലോചിക്കുന്നത്. ഒരാഴ്ച കൊണ്ട് തന്നെ വിഷയത്തിൽ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കും. മനു ഭരത്, News 18, കണ്ണൂർ. കണ്ണൂർ സർവകലാശാലയുടെ സിലബസ് വിവാദത്തിന് വഴിവെച്ചത് MA ഗവേണൻസ് ആൻഡ് പൊളിറ്റിക്സ് 3-ാം സെമസ്റ്ററിലെ പാഠഭാഗങ്ങളാണ്. ഇതിലെ തീംസ് ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് എന്ന വിഭാഗത്തിൽ വരുന്ന 2-ാം യൂണിറ്റിലാണ് സവർക്കറിന്റെയും ഗോൾവാൾക്കറിന്റെയും പുസ്തകങ്ങൾ ഇടം പിടിച്ചത്.
MA കോഴ്സിന്റെ തീംസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് എന്ന പേപ്പറിൽ 2ാം യൂണിറ്റിലെ പാഠ്യവിഷയമായ പുസ്തകങ്ങളാണ് സംസ്ഥാനത്ത് വലിയ പൊട്ടിത്തെറിക്ക് വഴിവെച്ചത്. 2ാം യൂണിറ്റായ രാഷ്ട്ര ഓർ നേഷൻ ഇൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് എന്ന ഭാഗത്തിൽ 11 പുസ്തകങ്ങളാണ് പരാമർശിക്കുന്നത്. ടാഗോർ, അരബിന്ദോ, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, അംബേദ്കർ എന്നിവരുടെ പുസ്തകങ്ങളാണ് പട്ടികയിലെ ആദ്യ 5 എണ്ണം. പിന്നീടുള്ള 5 പുസ്തകങ്ങൾ ഹിന്ദുത്വ ആശയപ്രചാരകരുടേതാണ്. ഹിന്ദുത്വ ഹൂ ഈസ് എ ഹിന്ദു എന്ന VD സവർക്കറുടെ പുസ്തകത്തിലെ ഭാഗങ്ങളാണ് 6ാമതായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. MS ഗോൾവൾക്കറുടെ വി അവർ നേഷൻഹുഡ് ഡിഫൈൻഡ്, ബഞ്ച് ഓഫ് തോട്ട്സ് എന്നീ 2 പുസ്തകങ്ങളുടെ പ്രസക്ത ഭാഗങ്ങളാണ് പിന്നീടായി പട്ടികയിൽ ഇടം പിടിക്കുന്നത്. ദീൻദയാൽ ഉപാധ്യായുടെ ഇന്റഗ്രൽ ഹ്യൂമനിസം, ബൽരാജ് മധോക്കിന്റെ ഇന്ത്യനൈസേഷൻ, വാട്ട്, വൈ, ഹൗ എന്നീ പുസ്തകങ്ങളുടെ ഭാഗങ്ങളും ഉണ്ട്. ഹിന്ദുത്വ ആശയപ്രചാരകരുടെ ഈ 5 പുസ്തകങ്ങൾക്ക് ശേഷമാണ് കാഞ്ച ഇല്യയുടെ ജാതി വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ബഫലോ നാഷണലിസം ഇടം പിടിക്കുന്നത്. താരതമ്യ പഠനത്തിനു വേണ്ടിയാണ് ഹിന്ദുത്വ ആശയപ്രചാരകരുടെ പുസ്തകം ഉൾപ്പെടുത്തിയതെന്ന് സർവകലാശാല വാദിക്കുമ്പോൾ അവർക്ക് പട്ടികയിൽ പ്രാമുഖ്യം ലഭിച്ചതായി വിദ്യാർത്ഥി സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു. മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. കോൺഗ്രസിൽ പുതിയ മാർഗരേഖയും പെരുമാറ്റച്ചട്ടവും പ്രഖ്യാപിച്ചത് സംബന്ധിച്ച് പുതിയ വിവാദം. നിർണായക വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയകാര്യ സമിതിയെ മറികടന്നാണ് KPCC അധ്യക്ഷൻ പ്രഖ്യാപനങ്ങൾ നടത്തിയതെന്നാണ് ആരോപണം. പാർട്ടി പുനഃസംഘടന പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ രാഷ്ട്രീയകാര്യ സമിതിയുടെ അനുമതിയോടെ വേണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം മറികടന്നെന്നും ചില നേതാക്കൾ പരാതി പറയുന്നു. കോൺഗ്രസിന്റെ ഭരണഘടന പ്രകാരം സംസ്ഥാനത്തെ നയപരമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് KPCC എക്സിക്യൂട്ടീവാണ്. പുനഃസംഘടന പൂർത്തിയാകാത്തതിനാൽ നിലവിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയില്ല. പകരം രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇത്തരം നിർണായക വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയാണ് പതിവ്. രാഷ്ട്രീയകാര്യ സമിതിയെ മറികടന്നുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തിയതെന്നാണ് ആരോപണം. സംഘടനാ പ്രവർത്തനത്തിന് പുതിയ മാർഗരേഖയാണ് K. സുധാകരൻ പ്രഖ്യാപിച്ചത്. ചില മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ചതൊഴിച്ചാൽ രാഷ്ട്രീയകാര്യ സമിതിയുടെ പരിഗണനയിൽ ഈ വിഷയം എത്തിയില്ല. പുതുതായി ചുമതലയേറ്റെടുത്ത DCC അധ്യക്ഷന്മാരുടെ ശില്പശാലയിലാണ് പ്രവർത്തന മാർഗരേഖയും പെരുമാറ്റച്ചട്ടവും പ്രഖ്യാപിച്ചത്. KPCC എക്സിക്യൂട്ടീവിൽ അനൌദ്യോഗിക അംഗങ്ങൾ മാത്രമായ DCC അധ്യക്ഷന്മാർക്ക് ഇത്തരം നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് അധികാരമില്ലെന്നും മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നയപരമായ കാര്യങ്ങൾ മുതിർന്ന നേതാക്കൾ ഉൾപ്പെട്ട രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ച ചെയ്യണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം K. സുധാകരൻ മറികടന്നെന്നും വിമർശനമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. സോളാർ കേസുമായി ബന്ധപ്പെട്ട ലൈംഗിക പീഡന കേസിൽ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിനെതിരെ പരാതിക്കാരി നിർണായക തെളിവുകൾ നൽകിയതായി സൂചന. ഇന്നലെ 7.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനിടെയാണ് CBIക്ക് തെളിവുകൾ നൽകിയത്. ലൈംഗിക പീഡന കേസിൽ AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കുരുക്കുന്ന തെളിവുകളാണ് പരാതിക്കാരി CBIക്ക് കൈമാറിയത് എന്നാണ് വിവരം. പീഡന ദൃശ്യങ്ങളും ടെലിഫോൺ സംഭാഷണങ്ങളും ചികിത്സാ രേഖകളും ഉൾപ്പെടെ നിർണായക തെളിവുകൾ കൈമാറിയെന്നാണ് സൂചന. അന്വേഷണ സംഘത്തലവനായ DYSP രൺധീർ സിംഗ് ഷെഖാവത്തിനാണ് പരാതിക്കാരി രേഖകൾ നൽകിയത്. ഇവർ കൈമാറിയ രേഖകൾ അന്വേഷണ സംഘം ഉടൻ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇതിനുശേഷമാകും തുടർ നടപടികളിലേക്ക് കടക്കുക. KC വേണുഗോപാൽ തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതിയുടെ മൊഴി. പീഡനത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നതായി മൊഴിയിലുണ്ട്. ഇതിന്റെ രേഖകളും പരാതിക്കാരി CBIക്ക് കൈമാറി. അന്വേഷണത്തിന്റെ ഭാഗമായി വീണ്ടും വിളിപ്പിക്കുമെന്നും മാധ്യമങ്ങളുമായി വിവരങ്ങൾ പങ്കുവയ്ക്കരുതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പരാതിക്കാരിക്ക് നിർദ്ദേശം നൽകി. യുവതിയുടെ പരാതിയിൽ KC വേണുഗോപാൽ, BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി, ഉമ്മൻചാണ്ടി, AP അനിൽകുമാർ, ഹൈബി ഈഡൻ, അടൂർ പ്രകാശ് ഉൾപ്പെടെ 5 പേർക്കെതിരെയാണ് CBI പീഡന കേസ് രജിസ്റ്റർ ചെയ്തത്. ന്യൂസ് 18 തിരുവനന്തപുരം. നിപ്പയിൽ ആശ്വാസം. ഇതുവരെയുള്ള പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. 94 പേർക്ക് പനിയുടെ ലക്ഷണങ്ങൾ കണ്ടെത്തിയിരുന്നു. ആരുടെയും ആരോഗ്യനിലയിൽ ആശങ്കയില്ല. 21 ദിവസം ജാഗ്രത തുടരണം. കണ്ടെയ്ൻമെന്റ് സോണിലെ വീടുകളിൽ വിവരശേഖരണം പൂർത്തിയായി. പനിയുള്ള 94 പേർക്കും നിപ ബാധിതരുമായി സമ്പർക്കമില്ല എന്ന് മന്ത്രി പറഞ്ഞു. നിപ വൈറസിന്റെ ഉറവിടം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി വവ്വാലുകളെ പിടിക്കാൻ വല വിരിച്ചു. പൂനെ വൈറോളജി വിഭാഗത്തിലെ വിദഗ്ധ സംഘവും വനം, മൃഗസംരക്ഷണ വകുപ്പുകളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് വവ്വാലുകൾക്കായി വല വിരിച്ചത്. വലയിൽ വീഴുന്ന വവ്വാലുകളെ പിടിച്ച് സ്രവം ശേഖരിച്ച് വിശദമായ പരിശോധന നടത്തും. കഴിഞ്ഞ ദിവസം അരയങ്കോട് കരിമലയിൽ നിന്നും വെടിവെച്ച് വീഴ്ത്തിയ കാട്ടുപന്നിയുടെ സാമ്പിൾ ശേഖരിച്ചിരുന്നു. വവ്വാലുകളെ നിരീക്ഷിക്കാൻ
ഇൻഫ്രാറെഡ് ക്യാമറകൾ മരങ്ങളിൽ സ്ഥാപിക്കും. വവ്വാലുകളുടെ താവളങ്ങൾ, സഞ്ചാരപഥം എന്നിവയും നിരീക്ഷിക്കും. കർണാലിലെ കർഷക സമരം അവസാനിച്ചു. കർഷകരും ഹരിയാന സർക്കാരും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. കർണാൽ ലാത്തിചാർജിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്നും 1 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കുമെന്നും ഹരിയാന സർക്കാർ അറിയിച്ചു. लेकिन कल उसको जो है क्योंकि उसका कंपनसेशन जो शहीद परिवार है उसकी हम किसी हालत भरपाई नहीं कर सकते, इसलिए हमने उसका तय किया था कि उसकी भरपाई ज़्यादा चाहिए। इस सारे प्रकरण में हरियाणा सरकार 28 अगस्त 2021 को बस्ताड़ा टोल पर हुए घटनाक्रम की न्यायिक जांच करवाएगी और यह जांच हाई कोर्ट के रिटायर्ड जज से करवाई जाएगी एवं जांच यथासंभव 1 माह में पूर्ण होगी। और पूर्व एसडीएम श्री आयुष सिन्हा जी इस दौरान छुट्टी पर रहेंगे और हरियाणा सरकार मृतक किसान सतीश काजल के 2 परिवारजनों को सरकार डीसी रेट पर सैंक्शन पोस्ट पर नौकरी देगी यहीं पे करनाल। വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, കർഷകരെ സമരത്തിലേക്ക് നയിച്ച അക്രമ സംഭവങ്ങളെ തുടർന്ന് ആണ് ഇതിൽ കർഷകർ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും ഇപ്പോൾ സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. കർഷകരുടെ ആവശ്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും സർക്കാർ അംഗീകരിച്ച പശ്ചാത്തലമുണ്ട്. 5ാം വട്ട ചർച്ചയിലാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. രാവിലെ നടന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമവായ ചർച്ച വിജയം കാണുകയാണ്. ഓഗസ്റ്റ് 28 പോലീസ് നടപടിയും കർഷകൻ സുശീൽ കാജലിന്റെ മരണവും റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കും. 1 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കും എന്നാണ് സർക്കാർ നൽകിയിട്ടുള്ള ഉറപ്പ്. ഈ കാലയളവിൽ ശരി അഭിലാഷ്, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക്. ആയിരക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയ നേതാക്കള് ഇങ്ങനെയുള്ള ജില്ലാ പഞ്ചായത്ത് വിവാദ വിഷയങ്ങളിൽ ഇടപെടുന്നത് ശരിയല്ല. സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം അടക്കമുള്ള കേരളത്തെ പോലെയുള്ള സംസ്ഥാന ജില്ലയിലെ കാലങ്ങളായി തുടർന്നു വരികയാണ് ഈ സൗഹാർദ്ദം. അത് ഇങ്ങനെയുള്ള ഈ കോൺട്രവേഴ്ഷ്യൽ കാര്യങ്ങൾ പറഞ്ഞ് അത് ഇല്ലാതാക്കേണ്ടത് സൗഹാർദ്ദം നിലനിർത്താനാണ് മത നേതാക്കൾ തയ്യാറാകേണ്ടത്. അതാണ് കേരളത്തിന്റെ പാരമ്പര്യം. അല്ലാതെ പിന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ മെയിൻ സ്ട്രീമിലുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ കോൺട്രവേഴ്സി അവസാനിപ്പിക്കണം, സംവാദം അവസാനിപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളും അനുകൂലിക്കുന്നത് അതിനെയാണ്. ആൾ പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സംവാദം ശരിയല്ല. അതില് ഇടത് വലത് വ്യത്യാസമൊന്നുമില്ല. ഇടത് പാർട്ടികളൊക്കെ പറഞ്ഞു, അതേപോലെ തന്നെ UDF നേതാക്കളൊക്കെ പറഞ്ഞു. അതേ അഭിപ്രായമാണ് നമുക്കുള്ളത്. കാരണം ഈ സംവാദം തന്നെ ആരോഗ്യകരം അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, സാമുദായിക സൗഹാർദ്ദം ആഗ്രഹിക്കുന്ന മത, സാമൂഹിക, സാംസ്കാരിക സംഘടനകൾ ഒക്കെ അങ്ങേയറ്റം ഒരു വലിയ ദോഷകരമായ വിഷയമായി മാറിയേക്കാവുന്ന ഈ പ്രസ്താവന വെച്ച് സംവാദം നടത്തുന്നത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഓരോ ഭാഗത്തും എക്സ്ട്രീമിസം വളരാൻ ഇത് ഇടയാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ വെച്ച് ഇത്തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് വളരെ നിർഭാഗ്യകരമാണ്. അതാണ് ബഹുമാനപ്പെട്ട തങ്ങളും ഇവിടെ പറഞ്ഞത്. നിലപാട് തിരുത്താൻ തയ്യാറാകണം എന്നാണോ? ഞാനങ്ങനെ പിന്നെ ഒരു ഡയറക്റ്റ് അറ്റാക്കിന് നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞത് തന്നെ ഈ സംവാദം തന്നെ ആരോഗ്യകരമല്ല എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. ഇതിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക, സാംസ്കാരിക, മത സംഘടനകളും ഒക്കെ, അത് ഞാൻ പറയും, മുഖ്യധാരയിൽ നിൽക്കുന്ന എല്ലാവരും അത് ആഗ്രഹിക്കുന്നവർ, സാമുദായിക സൗഹാർദ്ദം ആഗ്രഹിക്കുന്നത് ഈ സംവാദം തന്നെ ആരോഗ്യകരമല്ലാത്ത ഒന്നാണ്. എല്ലാവരും പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, എല്ലാവരും ഈ സംവാദം ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ശരി. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആ ഒരു സോഷ്യൽ ഫാബ്രിക് തന്നെ തകർക്കുന്ന ഈ സംവാദം ഒഴിവാക്കണം എന്നുള്ളതാണ്. ഓക്കെ, അത് ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അതെ, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു പ്രോസസ്സാണല്ലോ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം കഴിഞ്ഞു. ബാക്കി കാര്യങ്ങൾ പാർട്ടി കൂടിയാലോചിച്ച് ബഹുമാനപ്പെട്ട തങ്ങൾ അത് സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കുമ്പോൾ ഞങ്ങൾ പറയാം. ഓക്കെ. അല്ല, അത് പിന്നെ അപ്പം തന്നെ പോവുകയും ചെയ്തല്ലോ. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഓരോരോ ഫോർമാലിറ്റി മാത്രമാണ്. അപ്പോൾ നമ്മൾ അതിന് അത്ര ആ നിലയിൽ കണ്ടാൽ മതി. അത് അറസ്റ്റ് വരിച്ചു അങ്ങനെയൊന്നും കാണേണ്ട കാര്യമില്ല. അതൊരു നടപടിക്രമം. അതല്ലാതെ അതിലൊരു വാക്കിൽ വന്ന ഒരു വ്യത്യാസം ഞങ്ങളും അതിനെ കണ്ടത് അത് ശരിയായിരുന്നു എന്നുള്ളത് മനസ്സിലാവുകയാണ്. കാരണം ഇതൊക്കെ സംഘടനക്കുള്ളിൽ നടന്ന ചർച്ചക്കിടയിൽ വന്ന കാര്യങ്ങളാണ്. അതിന് വേണ്ട നടപടികളൊക്കെ പാർട്ടി എടുത്തിരുന്നു. അത് പാർട്ടി അണികളും അത് മനസ്സിലാക്കിയിട്ടുണ്ട്, എല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു നടപടിക്രമം എന്നുള്ള നിലയിൽ കഴിഞ്ഞുപോയി എന്നല്ലാതെ അതിലധികം പ്രാധാന്യം അതിനില്ല. പാർട്ടി അച്ചടക്കത്തിന്റെ പ്രശ്നമാണ് ഇതിൽ മുഖ്യമായിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതിപ്പോൾ അതിനെപ്പറ്റി ഇതിപ്പോൾ നമ്മൾ ജനറലി ചോദിച്ചതല്ലേ, അത് നമുക്ക് പ്രത്യേകം പറയാം, ഇപ്പോൾ വേണ്ട. സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും പാലാ ബിഷപ്പിന്റെ പരാമർശത്തിൽ മറുപടി പറയുകയായിരുന്നു. സാമുദായിക ഐക്യം തകർക്കാൻ ഉള്ള ശ്രമങ്ങൾ നടക്കരുത് എന്നതാണ് സാദിഖ് അലി തങ്ങൾ പ്രതികരിച്ചത്. എന്നാൽ ഈ വിഷയത്തിലുള്ള സംവാദങ്ങൾ തന്നെ അനാരോഗ്യകരം എന്നതായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഹരിത വിഷയത്തിൽ നവാസിന്റെ അറസ്റ്റിലൂടെ CPM ലക്ഷ്യം വെക്കുന്നത് ലീഗിനെ എന്ന് MK മുനീർ. സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ട്. ഹരിത വിഷയത്തിൽ വിജയരാഘവന്റെ നിലപാടിനോട് പരിഹാസമെന്നും മുനീർ പറഞ്ഞു. ഈ വനിതാ കമ്മീഷനും പോലീസും ഇത്രയും ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഒരു സന്ദർഭം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്നുള്ളതിൽ ഞങ്ങൾ വല്ലാതെ സംശയിക്കുന്നുണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു പരിഹാസമാണ് തോന്നുന്നത്. സത്യത്തിൽ വൈദ്യർ സ്വയം ചികിത്സിക്കട്ടെ എന്ന് മാത്രമാണ് വിജയരാഘവനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. വാർത്തകൾ തുടരുന്നു. ലോകത്തെ നടുക്കിയ ഭീകരാക്രമണത്തിന് 20 ആണ്ട്. ലോകത്തെ നടുക്കിയ അമേരിക്കയിലെ വൻ ഭീകരാക്രമണം നടന്നിട്ട് ഇന്ന് 20 ആണ്ട്. വേൾഡ് ട്രേഡ് സെന്ററിലും പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിലും ഭീകരർ വിമാനം ഇടിച്ചിറക്കിയ ഭീതിതമായ കാഴ്ചകൾ ഇന്നും നെഞ്ചിടിപ്പേറ്റുന്നതാണ്. പകരം ചോദിക്കാൻ അഫ്ഗാനിസ്ഥാനിൽ ഭീകരവേട്ടയ്ക്കിറങ്ങിയ അമേരിക്ക 20 ആണ്ടിന് ശേഷം പിന്മാറുമ്പോൾ ഭീകരതയുടെ പര്യായമായ താലിബാൻ അവിടെ ഭരണത്തിൽ തിരിച്ചെത്തുന്നതിനും ലോകം സാക്ഷ്യം വഹിക്കുന്നു. വിമാനമിടിച്ചിറങ്ങുന്ന ഈ ദൃശ്യങ്ങളും സെപ്റ്റംബർ 11 എന്ന തീയതിയും 2 പതിറ്റാണ്ട് മുമ്പ് ലോകം കുറിച്ചിട്ടതാണ്. ലോക വ്യാപാര കേന്ദ്രമെന്നറിയപ്പെടുന്ന പെന്റഗണിലെ ഇരട്ട ടവറുകളിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ 2 വിമാനങ്ങൾ ഇടിച്ചിറങ്ങിയപ്പോൾ ലോകം ഞെട്ടിത്തെറിച്ചു. അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനം പെന്റഗണിനെ ലക്ഷ്യമിട്ട് മറ്റൊരു വിമാനം. അൽ-ഖ്വയ്ദ ഭീകരർ റാഞ്ചിയ 4ാമത്തെ വിമാനം ലക്ഷ്യം തെറ്റി പെൻസിൽവേനിയയിൽ തകർന്നു. ലക്ഷ്യം വൈറ്റ് ഹൌസോ ക്യാപിറ്റൽ മന്ദിരമോ എന്നത് ഇന്നും വെളിപ്പെടാത്ത രഹസ്യം. 3000-ലേറെ പേർ കൊല്ലപ്പെട്ട ആക്രമണത്തോടെ ഭീകരത ലോകത്തിന്റെ വലിയ ആശങ്കകളിലൊന്നായി മാറി. അൽ-ഖ്വയ്ദ തഴച്ചു വളർന്ന അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ അമേരിക്കൻ പട്ടാളമിറങ്ങുമ്പോൾ അവിടെ നിയന്ത്രണം താലിബാന്. താലിബാനെ തുരത്തി പുതിയ ഭരണകൂടത്തെ അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും സ്ഥാപിച്ചെങ്കിലും മറ്റൊരു കോണിൽ ഭീകരതയുടെ വേരുകൾ പടരുന്നുണ്ടായിരുന്നു. അൽ-ഖ്വയ്ദയുടെ തലവൻ ബിൻ ലാദനെ പാകിസ്ഥാനിലെ ആബട്ടാബാദിലിറങ്ങി കൊലപ്പെടുത്തിയത് മാത്രമാണ് എടുത്തു പറയാവുന്ന അമേരിക്കൻ വിജയം. ഈ വർഷം മെയ് മാസത്തിൽ അമേരിക്കൻ സേന പൂർണ്ണമായും പിന്മാറുന്നെന്ന് പ്രഖ്യാപിച്ചപ്പോൾ മുഖം മറച്ച ഭീകരത അഫ്ഗാന്റെ തെരുവുകൾ കീഴടക്കി തുടങ്ങി. ഓഗസ്റ്റ് 31-ന് 20 വർഷത്തെ അധിനിവേശം അവസാനിപ്പിച്ച് അമേരിക്ക മടങ്ങുമ്പോൾ ഭീകരത വീണ്ടും അഫ്ഗാന്റെ ഭരണത്തിലേറുന്ന ദുര്യോഗ കാഴ്ചയാണ് ലോകത്തിന് മുന്നിൽ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ശിവരാമനെതിരായ അച്ചടക്ക നടപടിയിൽ CPI സംസ്ഥാന കൌൺസിലിൽ ഇന്ന് തീരുമാനം.
പാർട്ടി മുഖപത്രത്തെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വിമർശിച്ച ശിവരാമനെ താക്കീത് ചെയ്യാനാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിലെ ധാരണ. ശിവരാമന്റെ വിശദീകരണം കേട്ട ശേഷം സംസ്ഥാന കൌൺസിൽ നടപടി തീരുമാനിക്കും. സംസ്ഥാന കൌൺസിലിന്റെ ആദ്യത്തെ ദിവസത്തെ ചർച്ചയിൽ ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്കും ആനി രാജയ്ക്കുമെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ തിരുവാഭരണ മാലയിലെ മുത്തുകൾ കാണാതായ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കൊരുങ്ങി ദേവസ്വം ബോർഡ്. തിരുവാഭരണ കമ്മീഷണർ അടക്കം 6 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. സംഭവത്തിൽ മുൻ മേൽശാന്തിക്കെതിരെ നടപടി വേണമെന്നും ദേവസ്വം ബോർഡ് ശുപാർശ ചെയ്യുന്നു. മാലയിലെ മുത്തുകൾ കാണാതായിട്ടും ബോർഡിനെ കാര്യങ്ങൾ അറിയിച്ചില്ല എന്നതാണ് പ്രധാന വീഴ്ച. സംഭവത്തെക്കുറിച്ച് ആദ്യം അന്വേഷണത്തിന് മേൽനോട്ടം നൽകിയ തിരുവാഭരണ കമ്മീഷണർ എസ് അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർക്കാണ് ദേവസ്വം ബോർഡ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വൈക്കം ഡെപ്യൂട്ടി കമ്മീഷണർ, ഏറ്റുമാനൂർ അസിസ്റ്റന്റ് കമ്മീഷണർ, ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉൾപ്പെടെ 6 ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നതായാണ് ബോർഡിന്റെ കണ്ടെത്തൽ. നടപടിയെടുക്കുന്നതിന് മുന്നോടിയായി കാരണം ബോധ്യപ്പെടുത്താനാണ് നോട്ടീസിൽ പറയുന്നത്. സംഭവത്തിൽ മുൻ മേൽശാന്തിക്കെതിരെ ക്രിമിനൽ നടപടി വേണമെന്നും ബോർഡ് ശുപാർശ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ പോലീസാകും അന്തിമ തീരുമാനം കൈക്കൊള്ളുക. മാലയുടെ കാലപ്പഴക്കം നിർണയിച്ച ശേഷം ശാസ്ത്രീയ പരിശോധനയിലൂടെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസ് തീരുമാനം. ന്യൂസ് 18 കോട്ടയം. എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന ഷെഡിലാണ് 8 മാസം ഗർഭിണിയായ മലപ്പുറം പുളിക്കൽ പുതിയോടത്തുപറമ്പ് സാബിറയുടെയും കുടുംബത്തിന്റെയും ജീവിതം. വൈദ്യുതിയും വെള്ളവും വഴിയുമില്ലാത്ത വീട്ടിൽ അതീവ ദുരിതമയമായ സാഹചര്യത്തിലാണ് ഇവർ ജീവിതം കഴിച്ചുകൂട്ടുന്നത്. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ വിഷയത്തിൽ ഇടപെട്ട കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം സാബിറയ്ക്ക് വീട് വെച്ചുകൊടുക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു. എത്തിപ്പെടാൻ ഏറെ പ്രയാസമുള്ള മലമുകളിലാണ് ഈ കുടുംബത്തിന്റെ താമസം. റോഡിൽ നിന്ന് ഒറ്റയടിപ്പാതയിലൂടെ മല കയറണം. തറയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയുണ്ടാക്കിയ ഷെഡിലാണ് സാബിറയും 5 വയസ്സുകാരി നഫീസത്തുൽ മിസ്രിയയും കഴിയുന്നത്. കുടിവെള്ളം അടക്കം എല്ലാം തലച്ചുമടായി എത്തിക്കണം. ഇപ്പോൾ മഴവെള്ളം ശേഖരിച്ചുപയോഗിക്കുന്നു. വൈദ്യുതിയോ പ്രാഥമിക കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങളോ ഇല്ല. കാടിന് നടുവിലെ വീട്ടിൽ ഇടയ്ക്ക് ഇഴജന്തുക്കളും കയറി വരും. സൗജന്യ റേഷൻ കിറ്റ് ഉള്ളതുകൊണ്ട് പട്ടിണി കിടക്കുന്നില്ല എന്ന് മാത്രം. ഭർത്താവ് ശിഹാബ് ഇവർക്കൊപ്പമില്ല. എനിക്കിപ്പോൾ 8 മാസം വയറ്റിലൊക്കെ ആയതുകൊണ്ട് പ്രസവിച്ച് കിടക്കാൻ വരെ ഒരു കട്ടിൽമേൽ 4 കല്ല് വെച്ചിട്ടാണ് എൻ്റെ അവസ്ഥ. ഈ പ്രസവവും കാര്യമൊക്കെ ഈ വീട്ടിൽ നിന്ന് തന്നെ കയ്യും വേണം. ഇതൊക്കെയാണ്. അപ്പോൾ എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനങ്ങളെല്ലാവരും കൂടി സഹകരിച്ച് എനിക്ക് ചെറിയൊരു വീട്ടിലാക്കണം എന്നെ. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇവർക്ക് ഭക്ഷണ കിറ്റ് എത്തിച്ച ശിഹാബുദ്ദീൻ കീഴ്ശേരിയാണ് കുടുംബത്തിന്റെ അവസ്ഥ പുറം ലോകത്തെ അറിയിക്കുന്നത്. കറണ്ട് ഇല്ല, അതേപോലെ തന്നെ ഒരു ബാത്റൂം, ഇതൊന്നും ഇവരെ സംബന്ധിച്ചില്ല. ഇങ്ങനത്തെ ഒരു കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു കുടുംബം നമ്മളെ നാട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ അതിന് പറയാം, നമുക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് എല്ലാ ആളുകളും, നല്ല മനസ്സുള്ള എല്ലാ ആളുകളും കൂടിയിട്ട് ഇവർക്കൊരു വീട് നമുക്കുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. അതിനെല്ലാവരും മനസ്സ് വെക്കണം. 4 സെന്റ് സ്ഥലം സ്വന്തമായി ഉണ്ടെങ്കിലും വീട് നിർമ്മിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം വിഷയത്തിൽ ഇടപെട്ടു. സാബിറ ഇപ്പോൾ താമസിക്കുന്ന ഷെഡിരിക്കുന്ന സ്ഥലത്ത് തന്നെ വീട് വെച്ചുകൊടുക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. പഞ്ചായത്തുമായി വിഷയം ചർച്ച ചെയ്യും. ലൈഫ് മിഷൻ അടക്കമുള്ള പദ്ധതികളുണ്ട്. പഞ്ചായത്തുകളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഒക്കെയായി ബന്ധപ്പെട്ട് ഈ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണും. സാബിറയുടെ വിഷയം അടിയന്തരമായി പരിഹരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ തന്നെ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. ഗർഭിണിയായ സാബിറയ്ക്ക് വേണ്ട വൈദ്യസഹായം ഉറപ്പാക്കുമെന്നും MLA ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് 18 മലപ്പുറം. രക്ഷിക്കണമെന്നപേക്ഷിച്ച് വിസ്മയ കേസ് പ്രതി കിരൺകുമാർ ബന്ധുക്കൾക്ക് സന്ദേശം അയച്ചിരുന്നതായ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കിരണിന്റെ സഹോദരി കീർത്തിയുടെ ഫോണിൽ നിന്നാണ് വിസ്മയയുടെ ചാറ്റ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. പീഡനം സഹിക്കവയ്യാതെ ജീവനൊടുക്കുമെന്ന് ഭർത്താവ് കിരൺകുമാറിനോട് പറഞ്ഞെങ്കിലും മർദ്ദനം തുടരുകയായിരുന്നു. കൊടിയ പീഡനത്തെക്കുറിച്ച് വിസ്മയ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പലപ്പോഴായി അറിയിച്ചതിന്റെ ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തി. ഭർത്തൃ സഹോദരിയെയും പീഡന വിവരം അറിയിച്ചിരുന്നു. മരണത്തിൽ നിന്ന് രക്ഷിക്കണമെന്നപേക്ഷിച്ച് കിരണിന്റെ സഹോദരി കീർത്തിക്ക് സന്ദേശം അയച്ചതിന്റെ തെളിവുകൾ ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കിരണിൽ നിന്ന് നേരിടുന്ന മർദ്ദനത്തെക്കുറിച്ചും ജീവിതം കൈവിട്ടു പോകുന്ന ദുഃഖവും കൊച്ചിയിലുള്ള മെൻഡറോട് പങ്കുവച്ചിരുന്നു. ഇതിന്റെ രേഖകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. IPC 304B, 498A, 306 തുടങ്ങി നിരവധി വകുപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം തയ്യാറാക്കിയിട്ടുള്ളത്. ജീവപര്യന്തം ശിക്ഷ ഉൾപ്പെടെ ലഭിക്കുന്നതാണ് വകുപ്പുകൾ. കിരൺ ഇപ്പോഴും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. VV വിനോദ്, ന്യൂസ് 18 കൊല്ലം.
തിരുവനന്തപുരം അമ്പൂരിയിൽ ഭർത്താവിനെ ഭാര്യ വെട്ടിക്കൊന്നു. അമ്പൂരി സ്വദേശി സെൽവമുത്തുവാണ് മരിച്ചത്. ഭാര്യ സുമലതയെ നെയ്യാർ ഡാം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി VS അനു ചേരുന്നു. അനു ടെലിഫോൺ ലൈനിലില്ല. തിരുവനന്തപുരം അമ്പൂരിയിലാണ് സംഭവം ഉണ്ടായത്. ഭർത്താവിനെ ഭാര്യ വെട്ടിക്കൊല്ലുകയായിരുന്നു. അമ്പൂരി സ്വദേശി സെൽവമുത്തുവാണ് മരിച്ചത്. ഭാര്യ സുമലതയെ നെയ്യാർ ഡാം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പാലക്കാട് നിന്നും നേപ്പാളിലേക്ക് കാൽനടയായി യാത്ര ചെയ്യുകയാണ് പാലക്കാട് സ്വദേശി നൌഷാദ്. യുദ്ധമില്ലാത്ത ലോകമെന്ന സന്ദേശവുമായാണ് യാത്ര. ഇതിനു പുറമെ കോവിഡ് ബോധവൽക്കരണവും യാത്രയുടെ ലക്ഷ്യമാണെന്ന് നൌഷാദ് പറയുന്നു. എവറസ്റ്റ് ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉയരമേറിയ കൊടുമുടികളുള്ള നാടായ നേപ്പാളിലേക്ക് പാലക്കാട് കിണാശ്ശേരി എന്ന ഗ്രാമത്തിൽ നിന്നും 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. നടന്ന് കാഴ്ചകൾ കണ്ട് ഒരു യാത്ര. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ നാട്ടുകാരൊക്കെ നമ്മളെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കൈകാര്യം ഇവരുടെയൊക്കെ സപ്പോർട്ടാണ് ഗൈസ് കാണുന്നത്. കണ്ടില്ലേ, ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ടാണ്. നല്ല നാട്ടുകാരുണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ പോകാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു. എല്ലാവരും പ്രാർത്ഥിക്കുക. ഒരു ദിവസം 40 മുതൽ 50 കിലോമീറ്റർ വരെ സഞ്ചരിക്കും. 5 മാസം കൊണ്ട് നേപ്പാളിൽ നടന്നെത്താനാണ് ഉദ്ദേശം. ഒരു ദിവസം നമ്മൾ 40 to 50 കിലോമീറ്റർ നടക്കും. പിന്നെ നമ്മൾ സ്റ്റേ എന്ന് പറയുന്നത് പെട്രോൾ പമ്പുകൾ 10 കിലോമീറ്റർ 5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കേരളത്തിൽ എല്ലായിടത്തും പെട്രോൾ പമ്പുകളുടെ പുറത്തും അവിടെ ആയിരിക്കും നമ്മൾ ടെൻ്റ് അടിച്ചിട്ട് സ്റ്റേ ചെയ്യുന്നത്. അവരുമായിട്ട് സംസാരിച്ചിട്ട് അതാകുമ്പോൾ നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുക, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കി തരുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ കേരളത്തിലുള്ള നിങ്ങൾ ജനങ്ങളുണ്ടാകുമ്പോൾ ഞാൻ എന്തിനാണ് കേസ് പേടിക്കുന്നത്, നിങ്ങളുണ്ടല്ലോ കൂടെ, ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇറങ്ങുന്നത്. എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മലയാളിനെ തിരഞ്ഞുള്ള യാത്രയാണ് എല്ലാവരും നമ്മൾ കണക്ട് ചെയ്യുക. ബാബു മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കിണാശ്ശേരിക്കാർ ഒരുമിച്ച് ചേർന്നാണ് നൌഷാദിന്റെ യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചത്. കായികാധ്യാപകനായ PG മനോജ് ഫ്ലാഗ് ഓഫ് ചെയ്തു. അങ്ങനെ യുദ്ധമില്ലാത്ത ലോകം എന്ന സന്ദേശവുമായി നൌഷാദ് യാത്ര തുടങ്ങി. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ പെൺകുട്ടികളുടെ ആദ്യ ബാച്ച് പ്രവേശനം നേടി. 7 മലയാളികളടക്കം 10 പെൺകുട്ടികളാണ് ആദ്യ ബാച്ചിലുള്ളത്. വർഷം പൂർത്തിയാകുന്ന കഴക്കൂട്ടം സൈനിക സ്കൂളിന് ഇത് പുതുചരിത്രം. രാജ്യത്തിന് അഭിമാനമായ നിരവധി പ്രഗത്ഭരെ സമ്മാനിച്ച സ്കൂളിന്റെ കവാടങ്ങൾ പെൺകേഡറ്റുകൾക്കായി തുറന്നു. 10 പെൺകുട്ടികളടങ്ങുന്ന ബാച്ചിൽ 7 പേരും മലയാളികളാണ്. ഇതിൽ പൂജയ്ക്കും അഫ്രയ്ക്കും എയർഫോഴ്സിൽ ചേരണം. വേദയ്ക്കും ദേവനന്ദയ്ക്കും ആഗ്രഹം സൈനിക ഡോക്ടറാവാൻ. എനിക്ക് എയർഫോഴ്സിൽ ഫ്യൂച്ചറിൽ ജോയിൻ ചെയ്യണമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പം എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ആവണമായിരുന്നു. അതുകൊണ്ട് 2 പേർ ബീഹാറിൽ നിന്നും ഒരാൾ ഉത്തർപ്രദേശിൽ നിന്നുമാണ്. ദേശീയ തലത്തിൽ നടന്ന എൻട്രൻസ് ടെസ്റ്റ് ജയിച്ചാണ് ഈ 10 പേരും ചരിത്രത്തിലേക്ക് ഇടം പിടിച്ചത്. 6ാം ക്ലാസ്സിലേക്കാണ് പ്രവേശനം. ഫസ്റ്റ് അച്ഛൻ മെന്റലി പ്രിപ്പയർഡ് ആയി. ദെൻ എന്നെയും പ്രിപ്പയർഡ് ആക്കി. സോ വീഡിയോസ് എല്ലാം കണ്ടപ്പോൾ ഐ ലവ് ദിസ് പ്ലേസ്, ലവ് ദിസ് എക്സസൈസസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ. എയർഫോഴ്സിൽ ജോയിൻ ചെയ്ത് ഇന്ത്യനെ രക്ഷപ്പെടുത്തണം, വായിക്കണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം കൊണ്ട്. നിലവിൽ ഓൺലൈൻ ക്ലാസുകളാണുള്ളത്. സ്കൂൾ തുറക്കുമ്പോൾ പെൺകുട്ടികൾക്ക് താമസിച്ചു പഠിക്കാനായുള്ള സൗകര്യങ്ങളടക്കം സൈനിക സ്കൂൾ ക്യാമ്പസിൽ തയ്യാറാണ്. We have now from this year onwards, academic session onwards, Sainik School Kazakuttam has given entry to girl cadets as well. A welcome step as far as Sainik School Kazakuttam is concerned. മക്കൾക്ക് സൈനിക സ്കൂളിൽ പ്രവേശനം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് മാതാപിതാക്കളും. ഈ വരുന്ന 6 വർഷം കഷ്ടപ്പെട്ടാൽ ലൈഫിൽ കിട്ടുന്ന ഒരു വലിയ അച്ചീവ്മെന്റ്, അതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ പറ്റും, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ അവൾ സെൽഫായിട്ട് അതിന് തയ്യാറായി, താല്പര്യപ്പെട്ടു. അല്ലാതെ നമ്മൾ പുഷ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഇതിനകത്ത്. അപ്പോൾ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് മോള് അതിനകത്ത് വില്ലിംഗ് ആണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരിടവേള കൂടി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com സന്ദർശിക്കുക.